കാട്ടുപോത്താക്രമണത്തിൽ KCBCയുടെ പ്രസ്താവന പ്രകോപനപരമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. KCBCയുടെ പ്രകോപനപരമായ നിലപാട് അവരുടെ പാരമ്പര്യത്തിന് ചേരാത്തതാണ്. സമാധാന പാതയിൽ നിന്നും KCBC പിന്മാറരുതെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചുപോയവരെ വെച്ച് വിലപേശരുതെന്നും വിഷയത്തെ രാഷ്ട്രീയമായി കാണുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന സമീപനം KCBC സ്വീകരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം കണമലയിൽ ജീവനെടുത്ത കാട്ടുപോത്തിനായി തെരച്ചിൽ ശക്തമാക്കി വനം വകുപ്പ്. അതേസമയം കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. വിശദാംശങ്ങളുമായി ആന്റണി ഉണ്ട്. അല്ല, KCBCയുടെ പരസ്യമായ പ്രസ്താവന വന്നത് കുറച്ച് അഗ്രസീവാണ്, ഇത്തിരി പ്രകോപനപരമാണ്. അവരെ പോലുള്ള ഒരു പക്വതയുള്ള നമ്മൾ ഏത് മതമേലധ്യക്ഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. അഭിമന്യ തിരുമാനിമാരിൽ നിന്നായാലും പിന്നെ മറ്റു തരത്തിലുള്ള ഗുരുവര്യന്മാരായാലും മതപ്രഭാഷകരായാലും പ്രബോധകന്മാരും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വളരെ പക്വതയോടുകൂടി പരിഹാരമാർഗം കാണുന്നതിനുള്ള. യഥാർത്ഥത്തിൽ അവരാണ് ജനങ്ങളെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് ജനങ്ങളെ സമാധാനിപ്പിക്കാൻ മുൻകൈ എടുക്കാൻ അവർക്കാണ് കഴിയുക. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രകോപനമുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം അവരുടെ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആന്റണി ഉണ്ട്. ആന്റണി, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, KCBCയുടെ പ്രതികരണം, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വേണം. ഒപ്പം ഈ അവിടെ നടക്കുന്ന പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ. KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ക്ലെമ്മീസ് കാതോലിക്ക ബാവ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൗരവത്തോടെ ഈ പ്രശ്നങ്ങളെ കാണുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഇന്നലെ KCBC ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിലാണ് രാവിലെ മന്ത്രി ശശീന്ദ്രൻ ഒരു പ്രതികരണം നടത്തിയത്. അതായത് നമ്മൾ കേട്ടതുപോലെ ഈ KCBCയുടെ പ്രസ്താവന പ്രകോപനപരമാണ്. അവർ മുൻ പാരമ്പര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. ഈ പ്രശ്നങ്ങളെ കൃത്യമായി കണ്ടിരുന്ന ഒരു പാരമ്പര്യത്തിലല്ല ഇപ്പോൾ സഭ ഈ KCBC പ്രതികരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രകോപനം ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു ഈ മന്ത്രി പറഞ്ഞത്. മരിച്ചുപോയവരെ വച്ച് വിലപേശുകയാണ് ചിലർ, രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നുമാണ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇക്കാര്യങ്ങളിൽ ഉള്ളത്. ഏതായാലും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ KCBCയും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ശാശ്വത പരിഹാരമാണ്. അതായത് ഈ ജനങ്ങളും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ ഒരു ശാശ്വത പരിഹാരമാണ് നമുക്ക് ആവശ്യം വേണ്ടത്. അതായത് ഇക്കാര്യങ്ങളിൽ വനം വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഒരു സത്വരമായ ഇടപെടൽ നടത്തി ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. സർക്കാരിന്റെ നിലപാടുകൾ KCBCക്ക് പൂർണ്ണമായ യോജിപ്പാണ്. എന്നാൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ശാശ്വതമായ പരിഹാരം, ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണമെന്നാണ് KCBC മന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത്. ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി, അദ്ദേഹം KCBCയുടെ വക്താവാണ്. അദ്ദേഹം കേരള വിഷനോടും പറഞ്ഞത് ഇക്കാര്യങ്ങളാണ്. അതായത് KCBC ആവശ്യപ്പെടുന്ന ഇക്കാര്യത്തിലൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടതെന്നാണ് പ്രധാനമായും KCBC ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ഏതായാലും മന്ത്രിയുടെ പ്രസ്താവന െതിരെ KCBC നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മന്ത്രി പറഞ്ഞത് KCBCയുടെ നിലപാട് ഇന്നലെ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഇന്നലെ തന്നെ സംഘടനകൾ സർക്കാരിനെതിരെ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് KCBCയുടെ പേരെടുത്ത് പറഞ്ഞ മന്ത്രിയുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. ഇനി കണമലയിലേക്ക് വന്നാൽ, കണമലയിലെ കാട്ടുപോത്തിനെ ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടി പുറത്ത് മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് നിലവിൽ വനംവകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വനംവകുപ്പ് ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവിടെ നടത്തുകയാണ്. പക്ഷേ നാട്ടുകാർ ഇതിനെ ഈ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനോട് യോജിക്കുന്നില്ല. അവർ ഈ കാട്ടുപോത്തിനെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അവർ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതല്ലെങ്കിൽ ആ ആവശ്യത്തിലേക്ക് അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൃതദേഹം സംസ്കരിക്കാതെ അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്ന് അവർ നിലപാട് വ്യക്തമാക്കുകയാണ്. തീർച്ചയായും ഇതുതന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി KCBC വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആന്റണി.